ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി കുടുംബശ്രീ മെഗാ സരസ്മേളയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും കാണണേ. ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലായിരുന്നു. എന്നാൽ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്കായി അദ്ദേഹം ഡൽഹിയിലാണ്. അതിഥിയായി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വേണമെന്ന് തീരുമാനിച്ചു. അതോടൊപ്പം തീരുമാനിച്ച മറ്റൊരു കാര്യം, ഒന്നുകിൽ ഉദ്ഘാടനത്തിൽ അല്ലെങ്കിൽ സമാപന സമ്മേളനത്തിൽ ഒരാൾ ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു. അത് മറ്റാരുമല്ല, മഞ്ജു വാര്യർ കുടുംബശ്രീയുടെ സരസ്മേളയുടെ ഉദ്ഘാടന വേദിയിലോ സമാപന വേദിയിലോ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു. ഉദ്ഘാടനത്തിന് അന്ന് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് എത്തിച്ചേരാനായില്ല. പക്ഷെ അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു സമാപനത്തിനെത്താം എന്ന്. കൃത്യമായി വാക്ക് പാലിച്ചുകൊണ്ട് ഈ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് നിങ്ങളെയെല്ലാം ആവേശഭരിതയാക്കിയ, നിങ്ങൾക്കെല്ലാം പ്രചോദനമായി മാറിയ മഞ്ജു വാര്യരോടുള്ള നന്ദി സംഘാടക സമിതിക്ക് വേണ്ടിയും സംസ്ഥാന സർക്കാരിന് വേണ്ടിയും ഞാൻ അറിയിക്കുകയാണ്. മഞ്ജു വാര്യർ കുടുംബശ്രീയുടെ വേദിയിൽ ഞങ്ങൾ ക്ഷണിക്കുന്നതിൻ്റെ കാരണം ഒരു സൂപ്പർ സ്റ്റാറാണ് എന്നുള്ളതേ അല്ല. ചലച്ചിത്ര താരം എന്നത് ഒരു ഘടകം മാത്രമാണ്. എന്നാൽ അതിനപ്പുറം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എല്ലാ കാലത്തും കുടുംബശ്രീയുടെ അഭ്യുദയകാംക്ഷിയായി കുടുംബശ്രീക്കൊപ്പം ധാർമ്മികമായി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരാളാണ് മഞ്ജു വാര്യർ. അപ്പോൾ കുടുംബശ്രീക്ക് അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള അനുഭവം മഞ്ജു വാര്യരുമായിട്ടുണ്ട്. അതിനപ്പുറം മഞ്ജു വാര്യർ കുടുംബശ്രീയുടെ വേദിയിലെത്തുമ്പോൾ അത് ഒരു നിലപാടിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. അനേകം ചലച്ചിത്ര താരങ്ങളുണ്ട്, സൂപ്പർ സ്റ്റാറുകളുണ്ട്. അക്കൂട്ടത്തിലൊരാളായിട്ടല്ല മഞ്ജു വാര്യരെ കേരളം മലയാളികൾ കാണുന്നത്. നിലപാടുള്ള ഒരു ധീരയായ വനിത എന്ന നിലയിൽ കൂടിയാണ് മഞ്ജു വാര്യരെ കാണുന്നത്. അതിനുള്ള ബഹുമതി കൂടിയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. ഈ തൃത്താലയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അംഗങ്ങളായ 4 മലയാളി വനിതകളിൽ ഒരാൾ ആനക്കര വടക്കത്ത് തറവാട്ടിലെ അമ്മു സ്വാമിനാഥൻ ഈ തൃത്താലക്കാരിയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ INA അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതിയ, കഴുത്തിൽ സ്റ്റെതസ്കോപ്പും കയ്യിൽ കോപ്പുമേന്തി ലോക സൈനിക ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക റെജിമെന്റിനെ നയിച്ച വനിത ഡോക്ടർ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗൾ ഈ തൃത്താലയിലെ ആനക്കര വടക്കത്ത് തറവാട്ടുകാരിയാണ്. അങ്ങനെയുള്ള ധാരാളം വനിതകളെ, വീരാംഗനകളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ തൃത്താല. അതുകൊണ്ട് ഈ വേദിയുടെ തന്നെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി വേദി എന്നാണ്. മറ്റൊരു വേദിയുടെ പേര് അമ്മു സ്വാമിനാഥൻ വേദി എന്നാണ്. ആ വേദി അലങ്കരിക്കാൻ അനുയോജ്യയായ, യോഗ്യയായ ഒരു വനിത എന്ന നിലയിൽ കൂടിയാണ് മഞ്ജു വാര്യരെ ഞങ്ങൾ ഈ പരിപാടി സൃഷ്ടിക്കുന്നത്. ഈ തൃത്താലയിൽ നിന്നാണ് മഹാനായ VT ഭട്ടതിരിപ്പാട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ആഹ്വാനം മുഴക്കിയത്. ആ ആഹ്വാനം കേരളം മുഴുവൻ ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല, അത് പതിറ്റാണ്ടുകൾക്കിപ്പുറവും പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും പ്രസക്തമായ മുദ്രാവാക്യമാണ്. കേരളീയ നവോത്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത്. കേരളത്തിലെ സ്ത്രീകളെ, വീട്ടകങ്ങളിലും അടുക്കളകളിലും തളച്ചിട്ടിരുന്ന സ്ത്രീകളെ, മറക്കുടയ്ക്കുള്ളിൽ മറച്ചു വെച്ചിരുന്ന കേരളത്തിലെ സ്ത്രീകളെ, ആ കേരളീയ സ്ത്രീത്വത്തെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അരങ്ങത്തേക്ക് എത്തിക്കുന്നതിനുള്ള അനേകം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള അനേകം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന തൃത്താലയിൽ നിന്ന് മുഴക്കിയ മുദ്രാവാക്യത്തെ, VT ഭട്ടതിരിപ്പാട് മുഴക്കിയ ആഹ്വാനത്തെ സാക്ഷാത്കരിച്ചത് 27 വർഷം മുമ്പ് കുടുംബശ്രീ എന്ന ഈ മഹാപ്രസ്ഥാനം ഉണ്ടായപ്പോഴാണ് എന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം.
കേരളീയ സ്ത്രീത്വത്തിന്റെ ചരിത്രം കുടുംബശ്രീക്ക് മുമ്പും കുടുംബശ്രീക്ക് ശേഷവും എന്നായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബശ്രീ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു പൊതുപരിപാടിയിൽ ഇത്രമാത്രം സ്ത്രീകളെ കാണാൻ കഴിയുമായിരുന്നില്ല. കുടുംബശ്രീ ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ ഭരണരംഗത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായി ഇത്രമാത്രം സ്ത്രീകളെ കാണാൻ കഴിയുമായിരുന്നില്ല. കുടുംബശ്രീ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളെ അരങ്ങത്തേക്ക് എത്തിച്ച പ്രസ്ഥാനം കുടുംബശ്രീയാണ്. അരങ്ങത്തേക്ക് എത്തിക്കുക മാത്രമല്ല, കുടുംബശ്രീ വന്നതോടുകൂടി ഇന്ന് അക്ഷരാർത്ഥത്തിൽ സ്ത്രീകൾ അരങ്ങ് വാഴുകയാണ് എന്നതാണ് വസ്തുത. അരങ്ങ് വാഴുന്നവരായി കേരളത്തിലെ സ്ത്രീകൾ മാറിയിരിക്കുന്നു. സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി ഒരു മൂല്യത്തെ ഈ സരസ് മേള ഉയർത്തിപ്പിടിച്ചു എന്നതുകൊണ്ടാണ്. RLV രാമകൃഷ്ണൻ ഈ വേദിയിൽ വന്നത് ഒരു നിലപാടിന്റെ പ്രഖ്യാപനമായിരുന്നു. ഈ വേദിയിൽ നടന്ന കലാപരിപാടികളുടെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ വൈവിധ്യത്തെ, ബഹുസ്വരതയെ ആഘോഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ശാസ്ത്രീയ സംഗീതമുണ്ടായിരുന്നു, ബാൻഡുകളുണ്ടായിരുന്നു, സൂഫി സംഗീതമുണ്ടായിരുന്നു, ശാസ്ത്രീയ നൃത്തമുണ്ടായിരുന്നു. എല്ലാ തരത്തിലുമുള്ള, അതായത് നമ്മുടെ നാടിന്റെ സംസ്കാരം ഏകതാനമായ ഒരു സംസ്കാരമല്ല, ഹോമോജനസ് ആയിട്ടുള്ള സംസ്കാരം മാത്രമല്ല, അത് വൈവിധ്യത്തിൽ അധിഷ്ഠിതമാണ്, നാനാത്വത്തിന്റെ ഏകത്വമാണ്. വൈവിധ്യങ്ങളെ ഒരു ചരടിൽ കോർത്തെടുത്തതിന്റെ ഐക്യമാണ് നാടിന്റെ സംസ്കാരം എന്നത്. ബഹുസ്വരതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്ന ആശയം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല എന്നാണ് ഈ സരസ് മേള തെളിയിച്ചത്. അത് പ്രവർത്തിക്കുകയാണ് ഈ സരസ് മേളയിൽ ചെയ്തത്. ഇന്ത്യയിൽ അനേകം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം ഉൽപ്പന്നങ്ങൾ അപ്പുറത്തുണ്ട്, അവരുടെ എല്ലാം രുചി വൈവിധ്യങ്ങൾ ഇപ്പുറത്ത് ഫുഡ് കോർട്ടിൽ നിങ്ങളെല്ലാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. അവരെ മുഴുവൻ ഈ ചടങ്ങ് കഴിഞ്ഞാലുടൻ ഈ വേദിയിൽ അണിനിരത്തുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇനി ഞാൻ ഒട്ടും സമയം കൂടുതൽ എടുക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. തൃത്താലയുടെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇത്ര വലിയ ഒരു മേളയുണ്ടായിട്ടില്ല. ജാതി, മത, കക്ഷി, രാഷ്ട്രീയ, സ്ത്രീ, പുരുഷ, പ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ തൃത്താലക്കാരും പരിസരത്താകെയുള്ള ആളുകളും ഒരുമിച്ച് അണിനിരക്കുകയും ഒരേ പന്തലിന് കീഴിൽ മറ്റെല്ലാം മറന്ന് ആനന്ദിക്കുകയും ഒരുമിച്ച് താളം പിടിക്കുകയും ഒരുമിച്ച് നൃത്തം ചവിട്ടുകയും ഒരുമിച്ച് നിഷ്കളങ്കമായി പൊട്ടിച്ചിരിക്കുകയും എല്ലാം ചെയ്ത ആഘോഷങ്ങളുടെ 10 പകലുകൾക്ക് ഇന്ന് അവസാനം കുറിക്കുകയാണ്. ഇത് നിങ്ങളുടെയും എന്റെയും ഓർമ്മകളിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി, ഉദ്ഘാടകനാണെങ്കിലും ആ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. അടുത്തതായി ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി, തൃത്താലക്കാരിയിൽ നമുക്ക് അഹങ്കരിക്കാൻ സാധിക്കുന്ന തന്റെ വേരുകൾ തൃത്താലയിലുള്ള നമ്മുടെ സ്വന്തം, കേരളത്തിലെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം ലേഡീസ് സൂപ്പർ സ്റ്റാർ മാറ്റു വാര്യർ സംസാരിക്കുകയാണ്. ഏത് സ്നേഹത്തോടെ വെൽക്കം ബാക്ക്. വീഡിയോ ഒന്നും എടുത്താലും മതി. എൻ്റെ ഓരോ മുഖത്തിനും ഹൃദയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായ നമസ്കാരം. ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാനൊരു അവസരം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ, അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണോ എന്ന് അറിഞ്ഞൂടെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുടുംബശ്രീയുടെ ഞാൻ ഏറ്റവും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരിക എന്നതിലുപരി എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഇത് നടക്കുന്നത് തൃത്താലയിലാണ് എന്ന്. നമുക്ക് അറിയാം, കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒരു ഉൾത്തുടിപ്പൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നാടുകൾ, ആ നാടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
പക്ഷേ തൃത്താല അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. എനിക്ക് ഈ ഭാഗത്തേക്ക് വരാനും ഈ നാട് കാണാനും പല അവസരങ്ങളിൽ ഈ നാട്ടിൽ കൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൂവൽ കൊട്ടാരമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് തൃത്താലയിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം തൃത്താലയിലേക്ക് വരാനും ഇവിടെയുള്ളവരെയൊക്കെ കാണാനും ഒരു അവസരം കൂടി കിട്ടുകയാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തരുന്ന ഒരു അവസരമായിരുന്നു. പിന്നെ ഈ സരസ് മേള, ഈ സരസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. വലിയൊരു തടാകം എന്നാണ് സരസിൻ്റെ അർത്ഥം. ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തന്നെയാണ് ഈ മേളയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 18ഓളം സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിപണന വേദിയായി ഈ സരസ് മേള മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് നോക്കിയപ്പോൾ പല പല ചാലുകളായി ഒഴുകി വന്ന തൃത്താല എന്ന വലിയൊരു തടാകത്തിൽ ഒത്തുചേരുന്ന ഒരു സരസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള പേര് ഇത് തിരഞ്ഞെടുത്തത് അതിനാരാണോ ഉത്തരവാദി അവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ എത്രയോ ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ്. ഒന്ന് തളർന്നോ അല്ലെങ്കിൽ മുഷിഞ്ഞോ എവിടെയെങ്കിലും മാറി ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ തെളിമ കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വന്നു പോകുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് കുടുംബശ്രീയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ വലിയ ഒരു മാതൃകയായി കാണുന്ന ഒരു ഉദാഹരണമാണ്. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ മക്കളൊക്കെ ജോലിപരമായിട്ടുള്ള തിരക്കുകൾ കാരണം പല സ്ഥലങ്ങളിൽ മാറി നിൽക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്കാവുമോ, അമ്മ എന്ത് ചെയ്യും എന്നുള്ളൊരു വേവലാതി എപ്പോഴും മനസ്സിലുണ്ടാവുമായിരുന്നു. പക്ഷേ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും സ്വയം ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് കഥകളി പഠിക്കാനും മോഹിനിയാട്ടം പഠിക്കാനും തിരുവാതിരക്കളി പഠിക്കാനും ഇപ്പം ഒരു സുഹൃത്ത് സംഘം ഉണ്ടാക്കുവാനും അതേപോലെ അമ്മയുടെ തന്നെ സ്വന്തം വേദികളും സ്വന്തം സന്തോഷം കിട്ടുന്ന ഒത്തുചേരലുകളും എല്ലാം സ്വയം കണ്ടുപിടിച്ച് സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ കണ്ടത്. അപ്പം അതുകൊണ്ട് എന്നെ അത് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും അത്തരം ഒരു തെളിമ നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് കുടുംബശ്രീ തന്നെയായിരിക്കും. അതുകൊണ്ട് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയുന്ന ആ ഒരു ശക്തി ഞാൻ എന്നും മനസ്സുകൊണ്ട് ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ നമുക്കെല്ലാവർക്കും അറിയാം, പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം ആസ്വദിക്കാൻ ഇഷ്ടം അവിടുത്തെ ഒരു ഭക്ഷണം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ റെക്കോർഡ് സെയിൽസിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്തു. എന്നെ സംബന്ധിച്ച് പല നാടുകളിൽ പോയി യാത്ര ചെയ്യാറുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയാലും ഞാൻ അറിയാതെ അന്വേഷിക്കുന്ന ഒരു കാര്യം, ഇവിടെ അടുത്ത് കുടുംബശ്രീ ചേച്ചിമാരുടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അറിയാതെ ചോദിക്കാറുണ്ട്. കാരണം പല സ്ഥലത്തെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്വന്തം വീട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതേ കൈപുണ്യത്തോടു കൂടി അതേ സ്നേഹത്തോടു കൂടി അതേ ഒരു എന്താ പറയുക അത്രയും നന്മയോടെയും ഇഷ്ടത്തോടെയും കൂടിയാണ് കുടുംബശ്രീ ചേച്ചിമാർ അതൊക്കെ ചെയ്യാറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഭക്ഷണത്തിൻ്റെ മേഖല മാത്രമല്ല, എത്രയോ നമ്മുടെ ജോലി അന്വേഷിച്ച് പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസം നേടി വലിയ വലിയ ജോലികളിരിക്കുക എന്നുള്ളൊരു സങ്കല്പം എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായി ഏത് തരത്തിലുള്ള ജോലി, ഏത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ഏറ്റവും ആത്മാർത്ഥമായും അത്രയും തലയെടുപ്പോടുകൂടിയും ചെയ്യാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാർ. നിങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ ഒരു സേവനമില്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും ഇല്ലാതെ ഈ സമൂഹത്തിന് ഒരു ജീവിതമില്ല, ഒരു മുന്നോട്ടുള്ളൊരു യാത്രയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം എന്നെ ഇങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സാറാണ്. രാജേഷ് സാറിന് വേണ്ടി അനുപമ മാഡമാണ് ആ ക്ഷണം എന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ ഒരു മേള ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ
രാജേഷ് സാറിൻ്റെ ഒക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ തൃത്താലയിലാണ് ഈ സമാപന ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത എനിക്ക് ഒരുപാട് വലിയ സന്തോഷം നൽകുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും മനസ്സ് നിറഞ്ഞ സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ്. കുടുംബശ്രീ ചേച്ചിമാരോട് ഞാൻ എൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നൽകാൻ ഞാൻ എല്ലാവർക്കും നന്മകൾ സന്തോഷവും ആരോഗ്യവും മനസ്സമാധാനവും ഉള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഒരുപാട് 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 സ്നേഹം. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഉന്മകൾ കിട്ടി, ഒരുപാട് സ്നേഹം നിറഞ്ഞ പുഞ്ചിരികൾ കിട്ടി. അപ്പോൾ തിരിച്ചങ്ങോട്ടും മനസ്സ് നിറഞ്ഞ 10,000 മടങ്ങ് സ്നേഹവും 10,000 മടങ്ങ് ഉമ്മകളും തിരിച്ചങ്ങോട്ട് തരും. താങ്ക് യു. താങ്ക് യു സോ മച്ച് മഞ്ജു ചേച്ചി. അടുത്തതായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിന്റെ പ്രത്യേക ഉപഹാരം കൈമാറുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുവാൻ വേണ്ടി മഞ്ജു വാര്യരെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്വാതി ഉണ്ണികൃഷ്ണൻ ഒരു സ്നേഹ സമ്മാനം മഞ്ജു ചേച്ചിക്ക് കൈമാറുകയാണ്. സ്വാതി ഉണ്ണികൃഷ്ണൻ, അതിനുശേഷം അഭിജിത്ത് PS, അതിനുശേഷം രേണുക P. 3 പേരും സ്നേഹ സമ്മാനം കൈമാറുവാൻ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാതി ഉണ്ണികൃഷ്ണൻ, അഭിജിത്ത് PS, രേണുക P. രേണുക PC. ഇപ്പോൾ വേദിയിലുള്ള സ്വാതി ഉണ്ണികൃഷ്ണൻ. അടുത്തതായി അഭിജിത്ത് PS. ഇപ്പോൾ വേദിയിലുള്ളത് അഭിജിത്ത്. അടുത്തതായി രേണുക PC. ഒരു ചെറിയ അറിയിപ്പുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് വന്ന റിച്ചു എന്ന് പറഞ്ഞ കുട്ടി മിസ്സിംഗ് ഉണ്ട്. ആ കുട്ടി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജുമായി ബന്ധപ്പെടുക. അതിന് തൊട്ടടുത്തുള്ള വോളണ്ടിയേഴ്സ് ആരുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പട്ടാമ്പിയിൽ നിന്ന് വന്ന റിച്ചു. അടുത്തതായി നമ്മുടെ ഫുഡ് കോർട്ടിൽ ഒരുപാട് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരുണ്ടായിരുന്നു. അവർക്കുള്ള ആദരവാണ്. ഫുഡ് കോർട്ടിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള 12 പേരാണ്. ആദ്യമായി പഞ്ചാബ്, അവർക്ക് കേരള വക ഒരു സ്നേഹാദരം. We have other states from India and I request the team Punjab to come to the stage. Next I would like to welcome Sikkim, then Rajasthan, Odisha. നിറഞ്ഞ കൈയടിയാണ്. നമുക്ക് രുചി വൈവിധ്യങ്ങൾ സമ്പാദിച്ചതായി നമുക്ക് സമ്മാനിച്ച ഒരുപാട് പേരാണ്. അവർക്ക് നിറഞ്ഞ കൈയടി. ഒഡീഷ, ഉത്തരാഖണ്ഡ്, എല്ലാം I request all of you to come together to the stage. ഉത്തരാഖണ്ഡ്, കർണാടക, തമിഴ്നാടു, ലക്ഷദ്വീപ്, മഹാരാഷ്ട്ര, ആസം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. I repeat, Punjab, Sikkim, Rajasthan, Odisha, Uttarakhand, Karnataka, Tamil Nadu, Lakshadweep, Maharashtra, Assam, Andhra Pradesh, Telangana. I request not to go from the stage. Please stay back. We'll have a photo session as well. I request the Kudumbashri members to stay back on the stage.
invite the members of the product stall from the state Punjab, Rajasthan, Tamil Nadu and Gujarat. I request the 4 teams from Punjab, Rajasthan, Tamil Nadu and Gujarat to come on the stage. എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ മുന്നിൽ എന്തായാലും വൃത്തിക്ക് വീടി പൈസ എന്തെങ്കിലും തരാം ഒരു ക്യാമറമാൻ അധികം കൊടുത്താലേ പെട്ടെന്ന് ചേച്ചിനെ വിളിക്കോ ചേച്ചിനെ വിളിക്കോ എന്താ എന്താടാ എന്ത് വാ അമ്മ പുറത്തേക്കൊണ്ട് വാ ഭക്ഷ്യമേളയ്ക്ക് പിന്തുണ നൽകിയ ഐഫ്രം ടീമിനും ഒരു സ്നേഹ സമ്മാനമുണ്ട്. I request all of you to stay back. We will have a photo session together. I hope everyone got your memento. I request others to please leave the stage. We will go for a small photo session right now. ബാക്കിയുള്ളവർ അന്ന് സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കണം. The complete team, ഇത് നമുക്ക് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രുചികൾ സമ്മാനിക്കാൻ എത്തിയവരാണ്. അവർക്കൊരു വലിയ കയ്യടി. അവരെല്ലാവരും ചേർന്ന് നമ്മുടെ വിശിഷ്ട വ്യക്തികളോടൊപ്പം ഇപ്പോൾ ഒരു ഫോട്ടോ സെഷനാണ് സ്റ്റേജിൽ നടക്കുന്നത്. Thank you so much everyone for serving us on the beautiful days from different states. ഐഫ്രം ടീമിനുള്ള ആദരവാണ്. അവിടെ ഇരിക്കാന്നാ കുട്ടിയെ Thank you so much. അടുത്തതായി നേരത്തെ സംഘാടക സമിതി അംഗങ്ങൾക്ക് വേദിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സംഘാടക സമിതി വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, കൺവീനർമാർ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ കൈമാറുന്നത് ശ്രീ MP രാജേഷ് അവർ. എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ സെഷനും കൂടിയുണ്ട്. Thank you so much. അടുത്തതായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട തവനൂർ MLA ശ്രീ KT ജലീൽ അവർ നമ്മോട് സംസാരിക്കും. സർ പ്ലീസ്. സ്നേഹത്തോടെ let me welcome ശ്രീ KT ജലീൽ MLA. സർ പ്ലീസ്.
I request the stall members to please stay back on the stage for a photo session. You may just stay back at the back of the chair. We'll have a photo session, please. കുമ്പിടിയിൽ നിന്ന് വന്ന സ്വാതിക സനിക ആ രണ്ട് കുട്ടികളും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജുമായി ബന്ധപ്പെടുക. Yeah, we'll move for a photo session right now. ബാക്കിയുള്ളവരൊന്ന് സഹകരിക്കണം. നമുക്ക് വ്യത്യസ്ത വസ്ത്രം അതുപോലെ തന്നെ പ്രോഡക്റ്റുകളൊക്കെ തന്നെയും സമ്മാനിച്ച വിവിധ മേഖലയിലുള്ളവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഈ വേദിയിലുള്ളത്. അവർക്കൊരു വലിയ കയ്യടി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ് ഫോർ ദീസ് ഡേയ്സ്. I hope the photo is done. Thank you so much. അടുത്തതായി സരസ് മേളയിൽ ഹാർമണി ഹബിന്റെ സൂംബ ഡാൻസ് അവതരിപ്പിക്കാൻ അവസരം തന്നതിന് ടീം ഹാർമണി ഹബിന്റെ സ്നേഹോപഹാരം നമ്മുടെ സ്വന്തം മന്ത്രിക്ക് കൈമാറുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി ആശംസിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ചാലശ്ശേരി കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ അധ്യക്ഷനായ മമ്മിക്കുട്ടിക്ക MLAക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറിനെ ഏറെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും കൂടി നന്ദി പറയുകയാണ്. ചാലിശ്ശേരി പോലെയുള്ള ഒരു ഗ്രാമത്തിൽ, പാലമണ്ഡലത്തിൽ ചാലിശ്ശേരി പോലെയുള്ള ഒരു ഗ്രാമത്തിൽ ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും കാണുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സരസ്മേള സംഘടിപ്പിച്ചതിന് സാറിന് ഏറെ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമതി MS മാധവിക്കുട്ടി IAS അവർകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ തവനൂർ MLA ശ്രീ പി ജലീൽ സാറിനെ ഏറെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള മഞ്ജു വാര്യർക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ
ഈ നാട്ടിലെ എല്ലാവരുടെയും ചേട്ടനും അനിയനും മകനും സഹോദരനും ഒക്കെ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു അദ്ദേഹം കൂടിയാണ് ഞങ്ങളെ ഇവിടെ എത്താനുള്ള കാരണം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓരോ വാക്ക് പറയുമ്പോൾ ഒരു ചെറിയ പരിഭ്രമം വരേണ്ടത്. എത്ര തരം ആൾക്കാരാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു പരിപാടിക്ക് പോയതിന് മുമ്പ് എന്തൊക്കെയാണ് പാട്ട് കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അതിന് വന്ന മറുപടി പോലും എനിക്ക് എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞാലും പിഴവ് വരുത്തുകയാണെങ്കിൽ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന അത്രയും പേരും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ പാടി തുടങ്ങിക്കോട്ടെ. ഞാനൊരു വേറൊരു പാട്ട് പാടാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾക്ക് ഒരുമിച്ച് പാടാവുന്ന ഒരു പാട്ട് പാടിയാൽ കുറച്ചും കൂടി ഇപ്പോൾ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. ഇപ്പോൾ സിത്താര കൃഷ്ണകുമാർ ഗായികയുടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, നേരം വൈകി. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു സാധനം വാങ്ങിയിട്ടുമില്ല, ഇതുവരെ നല്ലൊരു വീഡിയോ എടുത്തിട്ടുമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാനും സാധനങ്ങൾ വാങ്ങാനും കൂടിയിട്ടാണ് പോകുന്നത്. കച്ചവടമൊക്കെ കഴിഞ്ഞു. ആൾക്കാർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കെട്ടിപ്പെറുക്കി പോകാൻ നേരമായി. എല്ലാവരും പോവുകയാണ്. ചില സ്റ്റാളുകളിലൊന്നും ആളില്ല, എല്ലാവരും പോയി എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. തിരക്ക് കുറേശ്ശെ കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇവിടെ കച്ചവട സ്ഥലത്തൊക്കെ. ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ വന്നതാണ്. ഇവിടെ മരുന്നുകളെല്ലാം ചേർത്ത ഒരു മില്ലറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അന്നാൾ കണ്ട ആൾ ഇന്ന് ഇവിടെ ഇല്ല, വേറെ ആൾ മാറിപ്പോയി. അപ്പോൾ വാങ്ങാതെ പോവുകയാണ്. നല്ല സാധനങ്ങളാട്ടോ. ഈ കമ്പം നല്ല സാധനമാണ്. മഞ്ഞ, അത് ഉപ്പുമാവ് ഉണ്ടാക്കാം, പുട്ടും ഉണ്ടാക്കാം. നാടൻ സാധനങ്ങളാണ് വയനാടിൻ്റെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. കലക്ക് 100 രൂപ അല്ലേ? 100 രൂപ അല്ലേ? 100 രൂപ.
വെളിച്ചെണ്ണല്ലേ എന്താ വില? ഏതാ ഇതെടുത്ത് ഉണ്ടാക്കിയതല്ലേ? അതെ 200 രൂപ അല്ലേ? മറിച്ചക്കിലാട്ടിയ എവിടെ സ്ഥലം? പാലക്കാടാണല്ലേ? അതെ. ഇന്ന് പാലക്കാട് പോവോ? പാലക്കാട് പോവോ? അതെ അതെ അവർ ഫുട്ബോളിൽ കഴിക്കുകയാണ്. അതെ. നീ തിരക്ക് പോകൂലോ? വണ്ടിയിലാ പോണേ? അതെ. എനിക്ക് ബസ് കിട്ടണോ? എന്നെ കൊണ്ടുപോവോ? എന്ത് വണ്ടിയിലാണ് കൊണ്ടുപോണേ? എന്നെ കൊണ്ടുപോവോ? പോണ വഴിക്കാർക്ക് തരുമോ? ഞാങ്ങാട്ടിൽ ഏത് വഴിക്കാണ് പോവുക? പട്ടാമ്പി വഴി കൂടെ പോണെച്ചെങ്കിൽ അവിടെ ഇറക്കി തരുമോ? ആ എനിക്ക് പട്ടാമ്പി വഴി പുറത്തിറങ്ങിയാൽ മതി. ഞാങ്ങാട്ടി അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുപോവോ? ബസ് പോയിണ്ടാവും. എങ്ങനെയാ കാണുക? ഞാൻ പറഞ്ഞാൽ മതിയോ? ആ എൻ്റെ ബസ് പോയിണ്ടാവും. ഇപ്പം നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നതാണ്. നല്ല തിരക്കാണ്. അട്ടപ്പാടിയുടെ ഒരു ചിക്കൻ്റെ എന്തോ ഒരു സാധനം ഉണ്ട്. അതിൽ മസാലകളൊന്നുമില്ല, പച്ചമരുന്നാണ്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.